നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലക്ഷ്മി പ്രിയക്കെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി കോടതി. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിന് ഇത്തരത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വനിതാ സെല്ലിൽ നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ചു, സ്റ്റേഷൻ രേഖയിൽ മാപ്പെഴുതി ഒപ്പിടിച്ചു എന്നതടക്കമുള്ള ഗുരുതര പരാതികൾ അൻസിബ ഉന്നയിച്ചിരുന്നു. ലക്ഷ്മി പ്രിയ, ഭർത്താവ് ജയേഷ്, വനിതാ സെൽ SI എന്നിവർക്കെതിരെയായിരുന്നു അൻസിബയുടെ പരാതി. ടിനി ടോമിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടവന്ത്ര SHOയെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി അൻസിബ ഹസൻ രംഗത്തെത്തിയിരുന്നു. SHOയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് പരാതി നൽകുമെന്നും അൻസിബ വ്യക്തമാക്കി. SHOയുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി അന്വേഷണം നടക്കില്ലെന്നും കഴിഞ്ഞ ദിവസം മൊഴിയെടുക്കാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചെന്നും അൻസിബയുടെ അഭിഭാഷകൻ പറഞ്ഞു. 1 മണിക്കൂർ കാത്തുനിന്ന ശേഷം മൊഴി നൽകാതെ മടങ്ങുകയായിരുന്നു അൻസിബ. പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതനുസരിച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ട് കടവന്ത്ര സ്റ്റേഷനിലെത്തിയ അൻസിബ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ട് മൊഴി രേഖപ്പെടുത്തിയില്ല. മൊഴി എടുക്കേണ്ട ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ ഇല്ലാത്തതാണ് കാരണമെന്നായിരുന്നു പോലീസിന്റെ മറുപടി. പോലീസിന്റേത് നിരുത്തരവാദപരമായ സമീപനമാണെന്ന് അൻസിബ പ്രതികരിച്ചു. ആദ്യഘട്ടത്തിൽ കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവികാരം വ്രണപ്പെടുത്തൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ടിനി ടോമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം താൻ പോലീസിൽ നൽകുന്ന പരാതികൾ തള്ളുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി അൻസിബ ഹസൻ. കോടതിയിൽ നിന്ന് മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ എന്നാണ് കരുതുന്നതെന്നും അൻസിബ പറഞ്ഞു. അമ്മയിലെ പ്രശ്നങ്ങളിൽ മോഹൻലാൽ, മമ്മൂട്ടി നിലപാട് വ്യക്തമാക്കണം. അവർ തന്നെ നേരിട്ട് വന്ന് അവരുടെ നിലപാട് പറയേണ്ടതാണ്. അവരുടെ നിലപാട് മറ്റുള്ളവർ പറയുന്നതിൽ കാര്യമില്ലെന്നും പൊതുസമൂഹം വിശ്വസിക്കണമെങ്കിൽ വ്യക്തികൾ നേരിട്ട് നിലപാട് വ്യക്തമാക്കണമെന്നും അവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് അറിയില്ല എന്നും അൻസിബയുടെ പ്രതികരണം. ഒരുപക്ഷെ അനാവശ്യ പ്രസ്താവനകൾ നടത്തേണ്ടതില്ലെന്ന് കരുതിയിട്ടാകാമെന്നും അമ്മയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. പവർ ഗ്രൂപ്പ് ആരാണെന്ന് ശ്വേതാ മേനോൻ തന്നെ പറയണം. വളരെയധികം പവറുള്ള ആളാണ് ശ്വേത. പിന്നെ അതിജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്ന വാക്ക് എന്തുകൊണ്ട് പാലിച്ചില്ല എന്നതടക്കമുള്ള നിർണായക ചോദ്യങ്ങൾ അൻസിബ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതേസമയം രമേശ് പിഷാരടിയും അതുപോലെ തന്നെ ശ്വേതാ മേനോനും തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ മറ്റൊരു വിവാദവും കൂടി ഉടലെടുക്കുകയാണ്. എന്താണെന്ന് വിശദമായി നോക്കാം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMAയിലെ ആഭ്യന്തര തർക്കങ്ങൾ, ചേരിപ്പോര്, അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോര്, വാഗ്വാദങ്ങൾ, ആരോപണം ചൊരിയലൊക്കെ ശക്തമാവുകയാണ്. സംഘടനയുടെ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ കടുത്ത വിമർശനങ്ങളുമായി സംഘടനയിലെ ഒരു വിഭാഗം പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിനിടെ പ്രശ്ന പരിഹാരത്തിനായി നടനും MLAയുമായ രമേശ് പിഷാരടി സംഘടനയുടെ മുൻ പ്രസിഡന്റ് നടി ശ്വേതാ മേനോനുമായി നടത്തിയ സ്വകാര്യ ഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അവിടെയും പ്രശ്നമുണ്ടായിരിക്കുന്നു. രമേശ് പിഷാരടിയുടെ ഇരുവരുടെയും ഫോൺ സംഭാഷണത്തിലെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് അത് പിഷാരടിയുടെ സംസാര രീതി അത് മോശമാണെന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണം പിഷാരടിക്കെതിരെ നടക്കുകയാണ്. സംഭവത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി രംഗത്തെത്തിയിരുന്നു. പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ താൻ ശ്വേതാ മേനോൻ, അൻസിബ ഹസൻ, ടിനി ടോം, മല്ലിക സുകുമാരൻ, ലക്ഷ്മി പ്രിയ എന്നിവരുമായി മണിക്കൂറുകളോളം സംസാരിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ നടത്തിയ അനുരഞ്ജന സംഭാഷണങ്ങൾ ഒന്ന് മാത്രമാണ് പുറത്തു വന്നതെന്നും ഇത് മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു ഓഡിയോ ലീക്കല്ല, മറിച്ച് ബോധപൂർവം ചെയ്ത ഒരു റിലീസാണെന്നുമായിരുന്നു രമേശ് പിഷാരടി കഴിഞ്ഞ ദിവസങ്ങൾ പ്രതികരിച്ചത്. ലീക്കും റിലീസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ഓഡിയോയുടെ ക്വാളിറ്റിയും ഫോൺ ടോണും ശ്രദ്ധിച്ചാൽ അത് എവിടെ നിന്നാണ് പുറത്തുവിട്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് രമേശ് പിഷാരടി ഈ പുതിയ വിവാദങ്ങളെക്കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല, ഫോൺ സംഭാഷണത്തിലെ ഒരു പ്രസ്തുത ഭാഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രമേശ് പിഷാരടിക്കെതിരെ വലിയൊരു ആയുധമായി ഉപയോഗിക്കപ്പെടുന്നത്. ശ്വേതയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയ രമേശ് പിഷാരടിയെ വിമർശിക്കുന്നത്. ആ പുറത്തു വന്ന ഫോൺ കോളിലെ ചർച്ചയായ സംഭാഷണ ശകലം ഇങ്ങനെയാണ്. പിഷാരടി, എവിടെയാണ് ഇപ്പോൾ നിങ്ങളെന്ന് ശ്വേതാ മേനോട് ചോദിക്കുന്നു. ശ്വേത, ഞാൻ ക്രൗൺ പ്ലാസയിലാണ് എന്ന് പറയുന്നു. എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ശ്വേതാ മേനോൻ, എൻ്റെ ഭർത്താവ് ഇന്ന് വൈകുന്നേരം വരും, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ പിഷാരടി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ക്രൗൺ പ്ലാസയിൽ എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ വൈകിട്ട് ഭർത്താവ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്വേതാ മേനോൻ്റെ മറുപടി, അങ്ങനെയല്ല, ബോംബെയിൽ നിന്ന് മൂപ്പര് വരുമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന മറുപടി. രമേശ് പിഷാരടി വീണ്ടും ചിരിക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി എന്ന്. ശ്വേതാ മേനോൻ, ആ പരിപാടി അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിഷാരടി, ഞാൻ അതൊന്ന് കൂട്ടി വായിച്ചതാ. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താണെന്ന് പരിപാടി എന്ന്. വൈകിട്ട് ഭർത്താവ് വരുമെന്ന് നിങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് രമേശ് പിഷാരടി പറയുന്നു. ശ്വേതാ മേനോൻ്റെ മറുപടി, പിഷു, ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. എനിക്കിങ്ങനെയുള്ളൊരു കാര്യവും അറിയില്ല, അതാണ്. അപ്പോൾ പിഷാരടി, നമുക്ക് ശരിയാക്കാം, ഭർത്താവ് വന്നു പോട്ടെ, എല്ലാം ശരിയാകും, ഞാൻ നോക്കിക്കോളാം എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ മറുപടി.
ഇത്തരത്തിൽ ദ്വയാർത്ഥത്തിൽ രമേശ് പിഷാരടി ശ്വേതാ മേനോട് സംസാരിച്ചു എന്ന രീതിയിൽ ഈ ശബ്ദശകലമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പിഷാരടിക്കെതിരെ വലിയ ആയുധമായി പ്രചരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ഒരു ലൈംഗിക ആരോപണം നേരിട്ടതിന് പിന്നാലെയാണ് പാർട്ടിയിൽ നിന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പാലക്കാട് MLA-മാരെല്ലാം ഇങ്ങനെയാണോ എന്ന ചോദ്യം ഉയർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ രമേശ് പിഷാരടി ശ്വേതാ മേനോൻ തമ്മിലുള്ള സംഭാഷണത്തിനിടയിലെ ഈ ശകലം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. അതായത് രമേശ് പിഷാരടിയും ദ്വയാർത്ഥത്തോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മോശം രീതിയിൽ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു എന്ന രീതിയിലാണ് പ്രചരണങ്ങൾ കൊഴുക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് മനസ്സിലായ ശേഷവും മാന്യമായി മറുപടി പറഞ്ഞ സംഭാഷണം അവസാനിപ്പിച്ച ശ്വേതയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനമാണ് ചിലർ നൽകുന്നത്. കമൻറ്റുകളിലൊക്കെ സംഘടനയുടെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തനിക്ക് വ്യക്തിപരമായി വലിയ സൗഹൃദമുണ്ടായിരുന്ന ഒരാളോട് നടത്തിയ സ്വകാര്യ സംഭാഷണം ഇത്തരത്തിൽ പുറത്തുവിട്ടത് തന്നെ വ്യക്തിപരമായി ഏറെ വേദനിപ്പിച്ചു എന്നായിരുന്നു പിഷാരടിയുടെ മറുപടി. അതേസമയം പുറത്തുവന്ന രമേശ് പിഷാരടി ശ്വേതാ മേനോൻ ഫോൺ സംഭാഷണത്തിന്റെ ആ ഒരു ഓഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓഡിയോ കേൾക്കാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളുടെ ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ.